ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. വളരെയധികം നാളുകൾക്ക് ശേഷം പുതിയൊരു വ്ളോഗുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ കൂടെ മറ്റാരുമില്ല, നമ്മുടെ സ്വന്തം ഡാഡി ആൻഡ് മമ്മി. ഹായ് പറഞ്ഞ. അപ്പോൾ നമ്മൾ കുറേയധികം നാളുകൾക്ക് ശേഷം പുതിയൊരു യാത്രയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ കുറേയധികം നാളുകൾക്ക് ശേഷം ഞാനും എൻ്റെ മമ്മിയും ഡാഡിയും കൂടിയിട്ട് നമ്മളൊരു ദൂരയാത്ര പോവാണ് UK-യിലേക്ക്. UK-യിൽ എൻ്റെ ബ്രദറുണ്ട്, ബ്രദറിൻ്റെ വൈഫുണ്ട്, ഒരു മോനുണ്ട്. അപ്പോൾ അവരെ മീറ്റ് ചെയ്യാനായിട്ടാണ് വിസിറ്റ് ചെയ്യാനാണ് പോണത്. അപ്പോൾ അതിനൊരു വ്ളോഗാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. കുറേ നാളായി വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ എല്ലാവരും കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യണം. അപ്പോൾ ഇനി ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഞാൻ വ്ളോഗ് ഇടുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. യെസ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ബോർഡിങ് കഴിഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് ഗേറ്റിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഡാഡി ഉണ്ട്, മമ്മീനെ അവിടെ വീൽ ചെയറിൽ ഇരുത്തിയേക്കത്. അവിടെ എവിടെയോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വീൽ ചെയറും ഈ റാമ്പാണല്ലേ, അപ്പോൾ അത് നമുക്കൊരു ഹെൽപ്പർ ഉണ്ടാവും അത് കൊണ്ടുപോകാനായിട്ട്, നമ്മളെ കൊണ്ട് അടിയിലേക്ക് വരാനായിട്ട്. അപ്പോൾ മമ്മി അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, ഡാഡി ഈസ് ഹിയർ. സോ നമ്മളിപ്പോൾ ഗേറ്റിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീൽ ചെയറിലുള്ളവർക്കാണ് ആദ്യം പ്രയോറിറ്റി കിട്ടുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ബിസിനസ് ക്ലാസ്സിൽ കയറുന്നവർക്ക് പോലെ തന്നെ ആദ്യം പ്രയോറിറ്റി കിട്ടും. അങ്ങനെ ഗൈസ്, നമ്മുടെ ആളതേ വന്നുകൊണ്ടിരിക്കുന്നു. വീൽ ചെയറിൽ അതിസാഹസികമായി വന്നുകൊണ്ടിരിക്കുന്നു, അടുത്തുകൊണ്ടിരിക്കുന്നു. യെസ്, ദേ വന്നിരിക്കുന്നു. യെസ് ഗൈസ്, അപ്പോൾ നമ്മളത് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ബോർഡിങ്ങായി ഞങ്ങളിപ്പോൾ നേരെ ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. യെസ്, അപ്പോൾ നമ്മളതേ കിടക്കാൻ പോവാണ്. നമ്മളിപ്പോൾ അതേ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറുന്നു. അവിടെ ബിസിനസ് ക്ലാസ്സിലൂടെ നമ്മൾ കയറിയേക്കണം. ബിസിനസ് ക്ലാസ്. ഗൈസ്, ഇപ്പം നമ്മളെ കണ്ടതാണ് എമിറേറ്റ്സിൻ്റെ ബിസിനസ് ക്ലാസ്. ഇനി നമ്മൾ നേരെ പോകുന്നത് എമിറേറ്റ്സിൻ്റെ എക്കണോമിക്കൽ ക്ലാസ്. താങ്ക് യു. യെസ്, അങ്ങനെ നമ്മളിപ്പോൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറിയാണ്. എക്കണോമിക് ക്ലാസ്. ഇതാണ് എമിറേറ്റ്സിൻ്റെ എക്കണോമിക് ക്ലാസ്. 35 ടോമിയെ. യെസ്, നമ്മളാന്നുകൊണ്ട് ആദ്യത്തെ യാത്രക്കാരി എക്കണോമിക് ക്ലാസ്സിൽ ആദ്യമായിട്ട് കയറിയേക്കുന്നത്. യെസ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഫ്ലൈറ്റിനുള്ളിൽ കയറിയിരിക്കുകയാണ്. ദേ മമ്മി, ദേ ഡാഡി, രണ്ടുപേരും എന്തൊക്കെയായിരുന്നു സംസാരിക്കുന്നു. അപ്പോൾ 35ABC അതാണ് നമ്മളിപ്പോൾ. അങ്ങനെ നമുക്ക് നമ്മുടെ സീറ്റ് കിട്ടിയിരിക്കുന്നു. ഇവിടെ നമുക്ക് എല്ലാ സീറ്റിൻ്റെ ബാക്കിലും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇതിൽ നമുക്ക് എല്ലാ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ കിട്ടും. മമ്മി എല്ലാട്ട് പുതപ്പൊക്കെ ഇട്ടിട്ട് സെറ്റപ്പായി ഇരിക്കുക. തണുപ്പ് കൊള്ളാൻ പറ്റില്ല. മീ എന്ത് തോന്നുന്നു? നന്നായിണ്ട്, നല്ല തണവ്. നല്ല തണവാ അതാ തോന്നണ. ഇപ്പൊ ഡാഡിക്ക് എന്താ തോന്നണ? പണ്ട് ഡാഡി ഫ്ലൈറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതെ അല്ലേ, അതൊന്നും ഇപ്പൊ അത് വിഷയമല്ല. എമിറേറ്റ്സിന്റെ ഇപ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സീറ്റിൻ്റെ ബാഗിൽ ഇതുപോലെ സ്ക്രീനും ഉണ്ടാവും. നമുക്കൊരു ഇയർഫോൺ ഹെഡ്സെറ്റ് തന്നിട്ടുണ്ടാവും. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ സുഖമായിട്ട് കേൾക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പുഷ് ബാക്ക് ചെയ്തിരിക്കുകയാണ് ടെർമിനലിൽ നിന്ന്. പതുക്കെ ബാക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇവിടെ ഫ്ലൈറ്റിൻ്റെ ക്യാമറ കാണാം കേട്ടോ. ഇത് ഫ്ലൈറ്റിൻ്റെ അടിയിലുള്ള ക്യാമറയാണ്. ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൺവേയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് റൺവേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി ഒരു ടിക്കറ്റ് എടുക്കും, അതൊരു 1.5 ടിക്കലായിരിക്കും. ഇനി
എമിറേറ്റ്സിൽ വന്ന ആളെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറേറ്റ്സിലെ മറ്റേ എയർ ഹോസ്റ്റസ്മാർ പോളറോയിഡ് ഫോട്ടോ എടുത്ത് തരും നമുക്ക് ലൈവായിട്ട്. അതായത് നമ്മൾ അങ്ങനെ എടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു പോളറോയിഡ് ഫോട്ടോ. ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ്. ഇത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയുള്ള യോഗട്ട് വിത്ത് ബ്ലൂബെറി മസാല സ്ക്രാമ്പിൾഡ് എഗ്സ്, പിന്നെന്താ ബ്രേസ്ഡ് വെജിറ്റബിൾസ്, ടൂട്ടി ഫ്രൂട്ടിയ എന്തൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫ്ലൈറ്റിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇത് വന്നിരിക്കുന്നത് മസാല ദോശയും സ്ക്രാമ്പിൾഡ് എഗ്സും ചട്നി, പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ട്, ഒരു സ്നാക്ക് ഉണ്ട്, പിന്നെ ബട്ടർ, മൗത്ത് ഫ്രഷ്നർ, ടവൽ, വെള്ളം, പിന്നെ ഒരു ഡെസേർട്ട്, ഒരു ബണ്ണ്, പിന്നെ അത് ഷുഗർ, പിന്നെ ബീവറേജ് പാക്ക്, പിന്നെ ഒരു കോഫി. ഇതാണ് നമുക്ക് എമിറേറ്റ്സിൽ വരുന്ന ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല ദോശ വിത്ത് സ്ക്രാമ്പിൾഡ് എഗ്സ്. പിന്നെ ഒരു ചട്നിയുണ്ട്, ചട്നിയിലും കൂടി മുക്കാം. ഇതെങ്ങനെയാണ് നോക്കാം. അടുത്ത ഫുഡ് ഇതെന്തോ ഒരു സ്വീറ്റാണ്. ഇത് മറ്റേ മക്കനെയാണെന്ന് തോന്നുന്നു ഈ സാധനം. അതും പിന്നെ ഒരു ക്രീം പോലത്തെ ഒരു നെയ്യൊക്കെ ഉള്ള ഒരു ഗീ പോലത്തെ ഒരു ക്രീമുള്ള പോലത്തെ അതിൻ്റെ ഒരു ഡെസേർട്ട്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരു വിധം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇതേ ലാസ്റ്റ് ഒരു കേക്ക് പീസ് കൂടി ഉണ്ട്. കേക്കല്ല, അതൊരു റസ്ക്. ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ലതായിരുന്നു. ആ മസാല ദോശയും ബ്രെഡ് സ്ക്രാമ്പിൾഡ് എഗും അടിപൊളിയായിരുന്നു. പിന്നെ 2 ഡെസേർട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഒരു കേക്ക്, ഒരു കോഫി, അങ്ങനെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ദുബായിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഒരു വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്യും. നമുക്കൊക്കെ ഇടയിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഏകദേശം ഇറങ്ങാനെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രമല്ലോ, ഒരു 20-25 മിനിറ്റ്സുള്ളിൽ നമ്മൾ ലാൻഡ് ചെയ്തായിരിക്കും ദുബായിൽ. ഇവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം ദുബായ് ടൈമിൽ ഏകദേശം ഒരു 10 മണി 10:30ക്കാണ് അടുത്ത ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ലാൻഡിങ് റെഡി ആയിട്ടിരിക്കുകയാണ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിപൊളി സൺറൈസ്. ഓ മൈ ഗാഡ്. ഇതിന് നമ്മൾ പറയും സൺകിസ്. ഫുൾ ഫോഗാണ് ദുബായിൽ. ഭയങ്കരമായിട്ട് മേഘവും ഫോഗാണ്. അടിപൊളി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭയങ്കര ഫോഗ് ദുബായിൽ, ഒരു രക്ഷയില്ലാത്ത ഫോഗ്. ഇപ്പോഴാണ് നിലം കണ്ടു തുടങ്ങിയത്. യെസ്, കണ്ടു ലാൻഡ് ചെയ്യാൻ പോവാണ്. ലാൻഡ് ചെയ്യുന്നു. ഫുൾ ഫോഗാണ് കേട്ടോ ദുബായിൽ, ഫുൾ ഫോഗ്. യെസ്, എത്തി 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 എത്തി. എൻ്റെ മോനെ ഹാർഡായിരുന്നു, ഹാർഡ്, ചെറിയ രീതിക്ക് ഹാർഡായിരുന്നു. ബട്ട് ഇറ്റ്സ് ഫൈൻ. ദുബായ് എയർപോർട്ടിലെത്തിയിരിക്കുന്നു. വെതർ ഫുൾ ഫോഗാണ്, ഫുൾ ഫോഗാണ് വെതർ ദുബായിൽ. രക്ഷയില്ല, അടിപൊളി. ഹാർഡ് ലാൻഡിങ് ആയിരുന്നു, ബട്ട് എന്നാലും ഓക്കെ, സേഫ് ലാൻഡഡ്. യെസ്, അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. അവിടുത്തെ എമിറേറ്റ്സിൻ്റെ
380 ഫ്ലൈറ്റുകളൊക്കെ എടുക്കുന്നുണ്ട്. 2 നമ്പർ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ഇഷ്ടം പോലെ ഫ്ലൈറ്റ്. അപ്പോൾ ഗൈസ് നമുക്കത് ലണ്ടനിലേക്കുള്ള ബോർഡിംഗ് ബസ് കിട്ടിയിട്ടുണ്ട്. നമ്മളിനി ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നു. ദുബായ് എയർപോർട്ടിനോട് വിടാം. ലോണ്ടേ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നത്. മമ്മീൻ്റെ അടി നടന്നു പോകുന്നുണ്ട് ബോർഡിംഗ് പാസ്. സോ നമ്മളിപ്പോൾ ഇതേ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്, ബോയിങ് 777-300 LS. നമ്മൾ ബോർഡ് ചെയ്യാൻ പോവാണ്, ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. Thank you. യെസ്, അപ്പോൾ വീണ്ടും നമ്മൾ ഇതിനുള്ളിൽ ബിസിനസ് ക്ലാസ്സിനുള്ളിലേക്കാണ് കയറിയിരിക്കുന്നത്. 43A. That's it, right? Yeah. Yes, ഇതാണ് നമ്മുടെ എമിറേറ്റ്സിൻ്റെ ബിസിനസ് ക്ലാസ്. Yes. Yes, ഇതാണ് ബിസിനസ് ക്ലാസ്. ഇതാണ് നമ്മുടെ എക്കണോമി ക്ലാസ്. ഇവിടെ നമ്മുടെ സീറ്റ് വരുന്നത് 43A. യെസ്, 43Aയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. ബോയിങ് 777-300. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ EK041, എമിറേറ്റ്സ് എക്കണോമി ക്ലാസ്. ഇതാണ് ദുബായ് എയർപോർട്ട്. നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്നു, ബോർഡായിരിക്കുന്നു. പിന്നെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റായി. ഇവിടെ ഇതിലും നമുക്കൊരു പില്ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫുഡ് ട്രേ ഉണ്ട്, പിന്നെ ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്, പിന്നെ ഒരു ഹെഡ്സെറ്റും ഉണ്ട്. ഹെഡ്സെറ്റ് എവിടെയായിരുന്നു? യെസ്, ഹെഡ്സെറ്റ്, എമിറേറ്റ്സിൻ്റെ ഹെഡ്സെറ്റ്, ബ്ലാങ്കറ്റ്, പിന്നെ നമുക്കൊരു പില്ലോ കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സ്ക്രീനിൽ ഇത് ഇത്തിരി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ആകുന്നുണ്ട്. കാരണം ഇതിൻ്റെ ബാക്കിൽ സ്ക്രീനും നല്ലതാണ്, പിന്നെ അത് ഇത്തിരി കൂടിയും ഫാസ്റ്റാണ്. ടച്ച് സെൻസിറ്റിവിറ്റി ഒക്കെ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ നമ്മൾ നേരത്തെ വന്ന ഫ്ലൈറ്റ്, കൊച്ചിയിൽ നിന്ന് ദുബായിക്കുള്ള ഫ്ലൈറ്റ് ബോയിങ് 777-200 അല്ലായിരുന്നു. ഇത് ബോയിങ് 777-300. അപ്പോൾ കുറച്ചൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാധനമായിരിക്കും മിക്കവാറും. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഇവിടെ ഈ ആൾക്കാരുകളൊക്കെ ഇങ്ങനെ പോകുന്നു. മമ്മി ദേ ഇവിടെ ഇരിക്കുന്നു, ഡാഡി ദേ അതിൻ്റെ അപ്പുറത്തേക്ക്, അതിൻ്റെ അപ്പുറത്ത്. എന്നിട്ടാണ് ലോസ് ഏഞ്ചലാ ലോസ് ഏഞ്ചൽസ്. അവിടെ കണ്ടൻ. അപ്പോൾ നമുക്ക് എമിറേറ്റ്സിൻ്റെ ഈ ഫ്ലൈറ്റിൻ്റെ ഇന്നത്തെ ഫുഡ് മെനു നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ലഞ്ചും വരുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ബിഫോർ ലാൻഡിങ്ങിന് മുമ്പ് തന്നെ വേറൊരു ഡിഷും കൂടി, ഒരു ഫുഡ് ഐറ്റം കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ 2 ടൈംസ് നമുക്ക് ഈ ഫ്ലൈറ്റിൽ ലഞ്ചും പിന്നെ വേറൊരു ഫുഡും ബിഫോർ ലാൻഡിങ്ങിന് മുമ്പ് ഒരു സ്നാക്ക് എന്ന പോലെ. അപ്പോൾ ഇതിൽ നമുക്ക് ട്രാവലിംഗ് ടൈം വരുന്നത് 7 മണിക്കൂറാണ് വരുന്നത്. 7 to 7.5 hours. ഇതിലിപ്പോൾ അപ്പറ്റൈസർ, ക്രീമി പൊട്ടാറ്റോ സാലഡ്, മെയിൻ കോഴ്സ് ബട്ടർ ചിക്കനും ഉണ്ട്, ബീഫ് സ്ട്രോഗനോഫ്, ഡെസേർട്ടായിട്ട് ലെമൺ മിൽക്ക് കേക്ക്, ചോക്ലേറ്റ്. പിന്നെ എൻജോയ് യുവർ മീൽ വിത്ത് ചോയ്സ് ഓഫ് വൈൻസ്, ബിയർ, സ്പിരിറ്റ്സ്, ജ്യൂസസ് ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫോളോഡ് ബൈ ടീ ആൻഡ് കോഫി. ഓ നൈസ്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് മെനു. യെസ്. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് വന്ന ഫ്ലൈറ്റിനേക്കാളും കുറച്ചുകൂടി വലിപ്പം കൂടുതലാന്ന് തോന്നുന്നു ഈ ഫ്ലൈറ്റ്. കൊച്ചിയിൽ നിന്ന് നമ്മൾ കയറിയത് ബോയിങ് 777-200L എന്ന് പറഞ്ഞൊരു മോഡലായിരുന്നു. ഇത് ബോയിങ് 777-300L. അപ്പോൾ കുറച്ചും കൂടിയും ഇതാണ് നമ്മുടെ വലിപ്പം കൂടുതലുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ ഫുഡ് മെനുയിലും കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്, നല്ലതായിരിക്കും തോന്നുന്നു. എന്തായാലും നമുക്ക് ടേക്ക് ഓഫിന് ശേഷം അവർ ഫുഡ് സെർവ് ചെയ്യുമ്പോൾ അത് കാണിക്കാം.
ഇവിടുന്ന് 7 മണിക്കൂറാണ് ലണ്ടനിലേക്ക് കാണിക്കുന്നത്, 7 hours. അപ്പോൾ ഒരു നീണ്ട യാത്രയാണ്. എന്തായാലും ക്ഷീണമായിരിക്കും. ക്ഷീണം ഇൻ ദ സെൻസ് ഇരുന്നിട്ട് മടുപ്പവും, അത്രേ ഉള്ളൂ. പിന്നെ ദുബായിൽ ഇപ്പോൾ നല്ല വെയിലാണ്, നോക്കിയറിയാം. ദുബായിൽ നല്ല വെയിലുണ്ട്. ബട്ട് കാലത്ത് ഇറങ്ങിയപ്പോൾ വൺ ഫോഗായിരുന്നു, ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല വെയിലായി, അത്യാവശ്യത്തിന് ചൂടും ഉണ്ട്, ഉള്ളിലേക്കൊക്കെ ചൂടടിക്കണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു എമിറേറ്റ്സിൻ്റെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്ലൈറ്റ്, ഈ കിടക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ചിറക്. ഇനി ഹലോ, എന്തുദ്ദേശം? ഇതെന്നിട്ട് നോട്ട് ബുക്ക് ലണ്ടൻ ട്രാവലിനെ കുറിച്ചുള്ള ഒരു മെസ്സേജാണ് ഞാൻ കൊടുക്കുന്നത്. യെസ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ലണ്ടൻ ഹീത്രോ എയർപോർട്ടിലേക്കുള്ള ബോയിങ് 777-300 ഫ്ലൈറ്റ് ഇപ്പോൾ മറ്റേ വേ ബ്രിഡ്ജിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ റൺവേനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതും അത്യാവശ്യം വലിയൊരു ഫ്ലൈറ്റാണ്. എനിക്ക് തോന്നുന്ന കാലത്ത് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് വന്നേക്കാളും ഫ്ലൈറ്റ് വലിപ്പമുള്ളതാണ്. അവിടെ ഒരു A380 കിടക്കുന്നു, ഡബിൾ ഡെക്കർ ഫ്ലൈറ്റ്, 4 എഞ്ചിൻ ഫ്ലൈറ്റ്. ഇതാണ് എമിറേറ്റ്സിൻ്റെ എയർബസ് A380. യെസ്, എയർബസ് 380-800. അതാണ് എമിറേറ്റ്സിൻ്റെ എയർബസ് 380-800. യെസ്, നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുന്നു. ഫ്ലൈറ്റ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ദുബായ് എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 2 മിനിറ്റിലും ഫ്ലൈറ്റ് ലാൻഡിങ്ങും ടേക്ക് ഓഫും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത്രയും തിരക്കുള്ള വലിയൊരു എയർപോർട്ട് തന്നെയാണ് ദുബായ് എയർപോർട്ട്. ഇവിടെ ഒരു ടെർമിനലിൽ നിന്ന് മറ്റൊരു ടെർമിനലിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇവിടെ മെട്രോയിൽ കയറി പോകണം. മെട്രോയോ അല്ലെങ്കിൽ ക്യാബോ അങ്ങനെ എന്തെങ്കിലും വിളിച്ച് പോയാലേ കാര്യമുള്ളൂ. അത്രയും ടൈമും അത്രയും വലിപ്പമുള്ള ഒരു എയർപോർട്ടാണ് ദുബായ് DXB എയർപോർട്ട്. മമ്മി ഇവിടെ ഉറങ്ങണം, ഡാഡി അവിടെ എന്തോ ഇയർഫോണിൽ വെച്ചിട്ട് എന്തോ പാട്ട് കേട്ട് ഉറങ്ങി എന്തോ ചെയ്യുന്നുണ്ട്. മമ്മി ഇത് എന്തോ ചെയ്യുന്നു, ഇവരിതെന്തോ ചെയ്യുന്നു, ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട് കേട്ടോ, എയർ ഇന്ത്യ എക്സ്പ്രസ്. അപ്പുറത്ത് ടർക്കിഷ് എയർലൈൻസ്, പിന്നെ അതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഖത്തർ എയർവേസ് ഉണ്ട്. എയർ ഇന്ത്യയുടെ വേറെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. പിന്നെ നീലവാനം എന്തിട്ടാണ് മനസ്സിലായോ? നീലവാനം എന്തിട്ടാണോ? നീലവാന ഖത്തർ എയർവേസ് ഉണ്ട്. അതേതാണോ അറിയില്ല കേട്ടോ, ഏതെന്നറിയില്ല. അടറ്റത്തേക്ക് കുറേ ഫ്ലൈറ്റുകൾ കിടക്കുന്നുണ്ട് കേട്ടോ, കുറേ അധികം ഫ്ലൈറ്റ് ഉണ്ട്. പറഞ്ഞില്ലേ വലിയൊരു എയർപോർട്ടാണ്. അവിടെ കുറച്ച് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് കിടക്കുന്നു. പിന്നെ അതേ നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നൈസായിട്ട് ദുബായിലൊരു ഫോഗ് അറ്റ്മോസ്ഫിയറാണ് കേട്ടോ മൊത്തത്തിൽ. ചൂടുണ്ടെങ്കിൽ പോലും അവിടെ നിന്നൊരു ഫ്ലൈറ്റ് പോകുന്നു, ടേക്ക് ഓഫ്. യെസ്, ഇതിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണം. അത് നല്ലൊരു കാഴ്ചയാണ്, അത് പഠിച്ചു. ഈ എയർപോർട്ട് ഒരു രക്ഷയില്ല കേട്ടോ, അതങ്ങോട്ട് പരന്നിങ്ങനെ കിടക്കാം, കടൽ പോലെ കിടക്കണത്. അവിടെ ഇവിടെ ഒക്കെ ഫ്ലൈറ്റുകളാണ്, എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റുകൾ, പിന്നെ വേറെ ഏതൊക്കെയോ ഫ്ലൈറ്റുകൾ. അവിടെ വേറെ ഏതോ കമ്പനിയുടെ ഫ്ലൈറ്റുകൾ എടുക്കുന്നുണ്ട്. അവിടെ മൊത്തത്തിൽ ഫുൾ ഫ്ലൈറ്റ് മയം. അവിടെ അത് ഇതാണ് എയർവേസ്, അത് മനസ്സിലാകുന്നില്ല. എൻ്റെ പള്ളി ഇപ്പം തന്നെ ഒരു എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് പൊന്തി, അടിപൊളിയായിരുന്നു. പക്ഷെ മിസ്സായത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഏതെങ്കിലും പിടിക്കാം. അടുത്ത ഫ്ലൈറ്റ് പോകുന്നത് പിടിക്കാൻ പറ്റുമോ നോക്കാം. നല്ല രീതിക്ക് അടിപൊളിയാട്ടാ, നല്ല വ്യൂ, നല്ല കാഴ്ച. അതോ വേറൊരു ഫ്ലൈറ്റ് എമിറേറ്റ്സിൻ്റെ അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പോകണു. നമുക്കിതേ ഇവിടെ ക്യാമറ സെലക്ട് ചെയ്താൽ നമ്മുടെ മുമ്പിൽ ഇതേ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് വേണ്ടി പോകുന്നുണ്ട്. ഇത് ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ക്യാമറയാണ്. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ക്യാമറയോടാണ് കാണുന്നൊരു വ്യൂ ആണിത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ഫ്ലൈറ്റ് ഇതേ ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നു. ഇതേ അവിടുത്തെ ഒരു ഫ്ലൈറ്റ് ഇതേ ടേക്ക് ഓഫ് ചെയ്യാൻ നിൽക്കുന്നു. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ നോക്കി എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ്, ആ വലിയൊരു ഫ്ലൈറ്റാണ് എമിറേറ്റ്സിൻ്റെ. അതും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പോകുന്നൊരു ഫ്ലൈറ്റും തമ്മിലുള്ള സൈസിൻ്റെ വ്യത്യാസം നോക്കി.
ആ കിടക്കുന്നത് എനിക്ക് തോന്നുന്നത് എയർബസ് 380 ആണെന്നുണ്ട്. വലിയ ഫ്ലൈറ്റ് ആകുന്നുണ്ട്. 4 എഞ്ചിൻ വരുന്ന എമിറേറ്റ്സിൻ്റെ എയർബസ് 380 ഫ്ലൈറ്റ് ആണെന്നുണ്ട്. ഇവിടെ പോകുന്നത് ഇത് കുഞ്ഞൊരു ഇതിൻ്റെ വ്യത്യാസം നോക്കി, സൈസ് വ്യത്യാസം എന്താല്ലേ, ഒരു രക്ഷയില്ല. ഇനി ഇവിടെ വേറെ കുഞ്ഞെടുക്കുന്നുണ്ടല്ലോ, ഫ്ലൈ ദുബായിയുടെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട് കേട്ടോ. ഓ, നേരത്തെ നമ്മൾ കണ്ട നീല വാലുള്ളത് ഫ്ലൈ ദുബായിയുടെ ഫ്ലൈറ്റ് ഉള്ളതെന്ന് തോന്നുന്നു. യെസ്, എന്താ വലിയ വ്യത്യാസം മോന. അതെ, നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഫ്ലൈറ്റിൻ്റെ തൊട്ട് ബാക്കിൽ പോയി നിൽക്കുന്നുണ്ട്. ഇതേതാ ഫ്ലൈറ്റ് ആവുക? ഇതെനിക്ക് കണ്ടിട്ട് ഇതേതൊരു നീല പെയിൻ്റാണല്ലോ. ആ, ഇത് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ് കേട്ടത്. ഇന്ത്യയുടെ ഫ്ലൈറ്റും എമിറേറ്റ്സിൻ്റെ 380 തമ്മിലുള്ള വ്യത്യാസം നോക്കിയ സൈസിൽ. പക്ഷെ എന്താ ചെയ്യാൻ, അടിപൊളി. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഇതേ റൺവേയിലേക്ക് കറക്റ്റ് കയറി നിന്നു. അതായത് നമ്മുടെ മുമ്പിൽ പോയ ഫ്ലൈറ്റ് ഇതേ പറന്ന് പൊന്തി. ഇനി നമ്മുടെ ഫ്ലൈറ്റിൻ്റെ കൂടെയാണ്. യെസ്, നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ചിറക് ഫുൾ സ്പീഡിൽ, എൻജിൻ ഫുൾ സ്പീഡിൽ. ഓ മൈ ഗാഡ്, എന്താ പൊന്നോ, ഒരു രക്ഷയില്ല പറഞ്ഞ ഒരു രക്ഷയില്ല. അമ്മാരി തള്ളലാട്ടാ എൻജിൻ്റെ ഒരു പവർ ഈ ഫ്ലൈറ്റിൻ്റെ ഒക്കെ. എന്ത് തള്ളതാണ്. ഇപ്പോൾ തന്നെ പോകുന്നത് ഒരു 100-150 കിലോമീറ്റർ, അതിലും കൂടുതൽ സ്പീഡിലാണ് പോകണം പറക്കണേ തോന്നുന്നു. പൊങ്ങട്ടെ. ഓ, ഈസി പൊങ്ങും. യെസ്, പൊങ്ങുന്നു, പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. യെസ്, പൊന്തട്ടെ അങ്ങോട്ട് അങ്ങനെ തന്നെ. നമ്മളിതേ പൊന്തിയിരിക്കുന്നു. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ദുബായോട് വിട പറഞ്ഞിരിക്കുകയാണ്. ദുബായിൽ ഒരു 3 മണിക്കൂറോളം ലേ ഓവർ ഉണ്ടായിരുന്നു, ട്രാൻസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ നമ്മളിത് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുന്നു. ഇപ്പോൾ ഏകദേശം ഒരുവിധം ഫ്ലൈറ്റിലെത്തി. ഇനി ഇവിടുന്ന് 7 മണിക്കൂറുണ്ട് ലണ്ടൻ ഹീത്രോ എയർപോർട്ടിലേക്ക്. അപ്പോൾ 7 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് സമയം കളയണം. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് പൊന്തി കടലിൻ്റെ മുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ ഫ്ലൈറ്റ് പൊന്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, കടലിൻ്റെ മുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാൻ. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ലഞ്ച് വന്നിട്ടുണ്ട്. ഇതാണ് ലഞ്ച്. ഞാൻ ബീഫിൻ്റെ ഒരു ഡിഷാണ് പറഞ്ഞത്. ബീഫിൻ്റെ ഒരു ഡിഷാണ്. ഇതൊക്കെയാണ് അതിനുള്ള ഐറ്റംസ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. അതിൻ്റെ കൂടെ ഒരു ജേഡിയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇതാണ് ലഞ്ച്. അപ്പോൾ ഇതാണ് ബീഫിൻ്റെ ആ ഒരു ഡിഷ്. ബീഫുണ്ട്, പിന്നെ പൊട്ടാറ്റോ ഉണ്ട്, പിന്നെ ബ്രോക്കോളി ഉണ്ട്, പിന്നെ ചെറിയ ക്യാരറ്റാണെന്നുണ്ട്. അത് പിന്നെ ഡെസേർട്ട്, പിന്നെ ഇതൊന്ന് സാലഡ്, ഡെസേർട്ട്, പിന്നെ അതിൻ്റെ കൂടെയുള്ള ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ എന്തോ ഒരു സാധനമുണ്ട്, പിന്നെ പെപ്പർ, പിന്നെ ബണ്ണ്, പിന്നെ കട്ട്ലറീസ്, പിന്നെ വെള്ളം, പിന്നെ ഒരു ഡ്രിങ്കും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇറങ്ങി കുറച്ച് നേരം നല്ലവർക്കൊക്കെ ഉറങ്ങി. ഇപ്പോഴേ അവർ നമുക്ക് ടീ ടൈമായി. അപ്പോൾ കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്നാക്സ് എന്ന് പറയുന്നൊരു സാൻഡ്വിച്ച്, പിന്നെ ഒരു ഡെസേർട്ട്, പിന്നെ ഒരു പെപ്സി, പിന്നെ ഒരു റൊട്ടി ബർഗർ. അപ്പോൾ അത് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ 4 മണി പലഹാരം. ഒരു ടൈപ്പ് ഓഫ് സാൻഡ്വിച്ച്, ചിക്കനാണ് ഇൻസൈഡ്, പിന്നെ ഒരു ഡെസേർട്ട്, പിന്നെ ഒരു കൂൾ ഡ്രിങ്ക്സ്. ഇതാണ് 4 മണി പലഹാരം. ഇപ്പോൾ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഈ സാൻഡ്വിച്ച് കുഴപ്പമില്ല, പക്ഷേ ഒരു തണുത്തിട്ടാണ്. നേരെ തണുത്തൊരു സാൻഡ്വിച്ചാണ്. തണുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ തണുപ്പില്ലേ, ആ തണുപ്പ്, ചൂടില്ല. ബട്ട് ടേസ്റ്റ് കുഴപ്പമില്ല, രസമുണ്ട്. ഇതൊരു ബ്രൗൺ ബ്രെഡിൽ വെച്ചിട്ടുള്ള സെയിം സാധനം തന്നെ, പക്ഷെ അത് ബ്രൗൺ ബ്രെഡിൽ. ഇതും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഓ, നോക്കിയ പുറത്തുള്ള വ്യൂ, എൻ്റെ പൊന്നൊരു രക്ഷയില്ല. അതേമാതിരി ആ കാറ്റത്തെ കാലം മേഘത്തിൻ്റെ ഇങ്ങനെ മേഘപടലങ്ങൾ നിൽക്കണ നോക്കി അടിപൊളിയാണ്, രക്ഷയില്ല. നമ്മളിപ്പോൾ ഏകദേശം ജർമ്മനിയുടെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു. ഇനി ഏകദേശം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറിൽ നമ്മൾ
അതിൻ്റെ ഒരു ഉള്ളിലൂടെ നോക്കുമ്പോൾ നോ വേ. ഇത് നോക്കി നിങ്ങൾ, പഞ്ഞിക്കെട്ട് പോലെ മേഘങ്ങൾ നോക്കി, പഞ്ഞിക്കെട്ട് പോലെ ക്ലൗഡ്സ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടാ, ഒന്നും പറയാനില്ല. പഞ്ഞിക്കെട്ട് പോലെ നിൽക്കണം, പഞ്ഞിക്കെട്ട് പോലെ. ഇത് കോട്ടൻ്റെ പഞ്ഞില്ലേ, അതുപോലെ പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ നിൽക്കണം. അടിപൊളി 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 എന്ന് പറഞ്ഞാൽ അടിപൊളി. അവിടെ എന്തൊരു പഞ്ഞിക്കെട്ട് കേട്ട, അതും അടിപൊളി. അങ്ങനെ നമ്മൾ ലണ്ടൻ എന്ന മഹാനഗരത്തിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവാണ്. ഇറ്റ് വാസ് എ ഡ്രീം ആൻഡ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്ര, ഒന്നും പറയാനില്ല. ലണ്ടൻ എന്ന നഗരത്തിലേക്ക് ഫ്ലൈറ്റ് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ലണ്ടനിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതായിരിക്കും. യെസ്, ഫൈനലി വി ആർ ഗോയിങ് ടു ലാൻഡ്. നമ്മൾ കുറച്ച് സമയത്തിനകം ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്യും. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. ഫ്ലൈറ്റ് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താ ഭംഗി കാണാൻ, അടിപൊളി. നമ്മളിപ്പോൾ പതുക്കെ ലണ്ടൻ എയർപോർട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ മേഘമാണ്, ചുറ്റും മേഘം. മേഘത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ വട്ടം ചുറ്റിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ. അത്രയും മേഘമുണ്ട്. ചെറിയ രീതിക്ക് മഴവില്ല് കാണുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. റെയിൻബോ, ബട്ട് അടിപൊളിയായിട്ടുണ്ട്. വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ. അതായത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഷാഡോ അവിടെ അടിക്കുന്നുണ്ട് മേഘത്തിൽ, അതും രസമായിട്ടുണ്ട്. അവിടെ ഒരു ഫ്ലൈറ്റ് പോകണമെങ്കിൽ അവിടെ ഒരു ഫ്ലൈറ്റ് പോകണുണ്ട് മേഘങ്ങളുടെ ഇടയിൽ കൂടെ. നമ്മൾ കുറച്ചധികം നേരമായിട്ട് ഈ മേഘങ്ങളുടെ ഇടയിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിലം കാണാനുമില്ല, എത്താറായൊന്നും അറിയുന്നില്ല. താഴ്ന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഒരു പ്രതീക്ഷ. കുറേ നേരം ഈ മേഘങ്ങൾക്കിടെ ഇവിടെ പോകണമൊന്നും കാണാനില്ല, ഫുൾ ഫോഗാണ്. അങ്ങനെ നമ്മളത് പതുക്കെ ലണ്ടൻ നഗരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ താഴെ കാണുന്നതാണ് ലണ്ടൻ സിറ്റി. ബ്യൂട്ടിഫുൾ, അടിപൊളിയായിട്ടുണ്ട്, നല്ല രസം കാണാൻ. അവിടെ ഒരു കൊട്ടാര ഗ്യാസിനുണ്ടല്ലോ, എന്തായിരിക്കും അത്?
യെസ്, ഫൈനലി നമ്മൾ ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിലെത്തിയിരിക്കുന്നു. അപ്പോൾ അതേ നമ്മൾ ഇമിഗ്രേഷന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട്. വി ആർ വാക്കിംഗ്. അങ്ങനെ നമ്മൾ ഫൈനലി ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മളിത് ലണ്ടൻ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാണ്. യെസ്, ചേച്ചിയും ചേട്ടനും അവിടെ വരുന്നുണ്ട്. മമ്മി താഴെ അവിടെ പോകുന്നു. സോ നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് നടക്കുകയാണ്. ഇതാണ് ലണ്ടൻ സിറ്റി. യെസ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി ഇവിടെ ചേട്ടൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നലെ വ്ളോഗ് എൻഡ് ചെയ്യാൻ പറ്റിയില്ല. നിൽക്കുന്നത് പിറ്റേ ദിവസമായി. ഇപ്പം നമ്മളിത് ഒന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കാം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വ്ളോഗിലൂടെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ വ്ളോഗ് കണ്ട എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യണം. ഓക്കെ, പിള്ളേർക്കൊക്കെ ഫ്രണ്ട്സിനൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തോളാം കേട്ടോ. എല്ലാവരും കണ്ടോളാം. ഓക്കെ, ബൈ ബൈ.